ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു ടെക്സ് ആൻഡ് നോട്ട്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ലെറ്റിൻ്റെ മോർ യൂസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അയാളെ, അദ്ദേഹത്തെ, അവനെ അനുവദിക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കുക. ഇതെങ്ങനെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഹിം. ഈ ലെറ്റ് ഹിമ്മിനെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ലൈക്ക് ലെറ്റ് ഹിം എന്നാണ് പറയുക. സോ ദ ഫസ്റ്റ് എക്സാമ്പിൾ, അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീരട്ടെ. ഹൗ ക്യാൻ വി എക്സ്പ്രസ് ദിസ് യൂസിങ് ലെറ്റ്? ലെറ്റ് ഹിം ഫിനിഷ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഈ പ്രഭാത ഭക്ഷണത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, മറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണം ഉച്ചരിക്കുവാൻ. ഇനി അയാൾ പറയട്ടെ, എങ്ങനെ പറയാം? ലെറ്റ് ഹിം സേ. നെക്സ്റ്റ്, അവൻ ഇരിക്കട്ടെ. ലെറ്റ് ഹിം സിറ്റ്. ഇനി ആരെങ്കിലും മുതിർന്നവർ വീട്ടിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഒച്ചയുണ്ടാക്കാതിരിക്കാൻ പറയും, അദ്ദേഹം ഉറങ്ങട്ടെ. അതെങ്ങനെ പറയാം? ലെറ്റ് ഹിം സ്ലീപ്പ്. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പറയും, അവൻ പഠിക്കട്ടെ. ഹൗ ക്യാൻ വി സേ ദിസ്? ലെറ്റ് ഹിം ലേൺ, അല്ലെങ്കിൽ ലെറ്റ് ഹിം സ്റ്റഡി. ഇനി ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാളെ ശല്യപ്പെടുത്തേണ്ടതെങ്കിൽ അയാൾ ജോലി ചെയ്യട്ടെ. ലെറ്റ് ഹിം വർക്ക്. അവനൊരു പിസ്സ വാങ്ങട്ടെ. എങ്ങനെ പറയാം? ലെറ്റ് ഹിം ബൈ എ പിസ്സ. ഇംഗ്ലീഷിൽ നമ്മൾ മലയാളത്തിൽ പിസ്സ എന്ന് പറയുന്ന പോലെയല്ല, ഇറ്റ്സ് പീറ്റ്സ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഇനി ഞാൻ വണ്ടി ഓടിച്ചു മടുത്തു, ഇനി അവൻ കാർ ഓടിക്കട്ടെ. ഹൗ ക്യാൻ വി സേ ദിസ്? ലെറ്റ് ഹിം ഡ്രൈവ്. തീർന്നിട്ടില്ല. വി ഹാവ് more usages of let. So we can have them in the very next video. Stay tuned, subscribe.